ഹായ് ഹലോ ഗൈസ് പറഞ്ഞപ്പോൾ മാഗി ഉണ്ടാക്കണ കാര്യമാണ് പറഞ്ഞത്. സാൻഡപ്പോ നമുക്ക് മാഗി ഉണ്ടാക്കാം. ആക്ച്വലി ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് അല്ല, മാൻവി മോളുടെ സ്കൂൾ തുറക്കുന്നുണ്ട്. മാൻവി LKGന്ന് മാൻവിയുടെ അഡ്മിഷൻ നമ്മൾ എടുത്തല്ലോ. മാൻവിയുടെ അഡ്മിഷൻ നമ്മൾ 2 ദിവസത്തിന് മുന്നേ പോയി എടുത്തു. മാൻവി UKGയിലായി. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയി. സാൻഡപ്പനും എടുത്തിട്ടുണ്ടായിരുന്നു. പാവം എൻ്റെ മാൻവിയെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് മോൾ ഉറങ്ങിപ്പോയി. മോള് ഇതാ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. സാൻഡപ്പ ഇന്ന് എന്തൊക്കെ വാങ്ങി? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നൊരു ബാഗാണ്. ഇത് തോന്നുന്നു ബാർബിയുടെ ഒരു ബാഗ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് വാങ്ങി. പിന്നെ സ്നാക്സ് ബോക്സും തുറന്ന് കാണിച്ചേ നോക്കട്ടെ. സാൻഡപ്പ നോക്ക് സ്നാക്സ് ബോക്സിൽ അതിലെന്തൊക്കെ കൊണ്ടുപോവാം മോളെ? കാണിച്ചതാ എന്തൊക്കെയുണ്ടെന്ന്. ഓ മാഗി അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുമോ? പിന്നെ ഒരു ജോമെട്രി ബോക്സ് വാങ്ങിച്ച് നമുക്ക് പെൻസില് കാര്യങ്ങളെല്ലാം ഇതാക്കാൻ വേണ്ടി. പിന്നെ ഒരു ചെറിയൊരു പൗച്ച്, പിന്നെ ക്രയോണ് മേടിച്ച്. രണ്ടുപേർക്കും കൂടി ടീഷർട്ട്, പാൻസ് കിട്ടിയായിരുന്നു. അങ്ങനെ ടീഷർട്ടും വാങ്ങിച്ചു. നമ്മൾ ഇതൊക്കെ അപ്പൊ എവിടെന്നാ ഷോപ്പ് ചെയ്തേ? നമ്മുടെ സ്വന്തം ഇപ്പൊ സാധനങ്ങൾ നമ്മളെ സ്വന്തം രാമേന്ദ്രൻ വാങ്ങി. അട്ടക്കുളങ്ങരയുള്ള നമ്മുടെ രാമേന്ദ്ര ട്രിവാൻഡ്രത്തെ ഫേമസ് ആണ്. പക്ഷെ ഇപ്പൊ നല്ല സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ എന്താ പറയാ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. പക്ഷെ കാലത്തെ സ്ഥലമില്ല, സത്യം പറയാം. നല്ല റഷായിരുന്നു. ബില്ലിങ്ങിന് തന്നെ ഏകദേശം ഒരു 1.5 hour വരെ നമ്മൾ നിന്ന് കാണും. അത്ര നല്ല റഷായിരുന്നു ബില്ലിങ്ങിൽ. പക്ഷേ ഇവര് ബില്ലിങ്ങിൽ ആള് കുറവായിരുന്നാണ് തോന്നുന്നത്. കാര്യം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൗണ്ടർ വെക്കുമ്പോഴത്തേക്കും കുറഞ്ഞ ഒരു 2-3 സ്റ്റാഫിനേക്ക് നിർത്തണ്ടേ. പാവം നമുക്ക് സങ്കടം തോന്നി. നമുക്ക് വേറെ ധൃതിയൊന്നുമില്ല, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സാവകാശം നിന്നെങ്കിലും പാവം ആ കുഞ്ഞ് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ബില്ല് ചെയ്യുന്നതും മടക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പക്ഷേ മാൻ പവർ അവർക്ക് കുറവാണെന്ന് കുറവല്ലായിരിക്കും, കസ്റ്റമർ കൂടിയത് കൊണ്ടായിരിക്കും. അതവരുടെ ബ്രാൻഡ് ആയത് അങ്ങനെ ആയതുകൊണ്ടല്ലേ. പിന്നെ പാവപ്പെട്ടായ കുറച്ച് കുട്ടികൾക്ക് ബുക്സ് നാളെ വാങ്ങിക്കണം. അതായത് കുറച്ച് കുട്ടികൾക്ക് ബുക്സ് കാര്യങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഇനിയിപ്പോ ബാക്കി തിങ്സ് പെൻസിൽ അങ്ങനത്തെ ആക്സസറീസ് കാര്യങ്ങളെല്ലാം നാളെ എന്തായാലും വാങ്ങിക്കുന്നത്. എന്നിട്ട് അപ്പം ഇത്രയും നോട്ട്സ് ആണ് വാങ്ങിയത്. ഇനി ബാക്കി പോയി നാളെ പർച്ചേസ് ചെയ്യണം. പക്ഷെ ഇപ്പം നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങി. ടിഫിൻ ബോക്സ് അല്ലല്ലോ, ഈ ഒരു കുഞ്ഞിൻ്റെ ബാഗ് വാങ്ങിയില്ലേ? അതിനകത്ത് നീ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് കടി ആ ഒരു നമ്മുടെ സാൻഡപ്പന്റെ ഇറേസർ. ഇത് അവള് കണ്ടിട്ട് പറഞ്ഞു ഇതെന്തോ ഒരു ടയർ കളിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് കളിക്കുന്നത് സാധനം എനിക്കൊന്നും. പിന്നെ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇറേസറാണെന്ന്. നമ്മൾ പഠിക്കുന്ന കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോൾക്ക് ഒരു കുഞ്ഞ് ബാഗ് വാങ്ങിയല്ലോ. അപ്പോൾ അതിനകത്ത് ഈ സിൽവർ പോലെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും കൊള്ളില്ലെന്നല്ലേ നീ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, ഇതെന്തുകൊണ്ട് ആ ഒരു സിൽവർ കളറിൽ അങ്ങനെ വെച്ചിരിക്കണേ. എനിക്ക് തോന്നുന്നത് ഈ ചോറ് കാര്യങ്ങളും പിന്നെ സ്നാക്സും അല്ലേ വെക്കണത്, വെള്ളവും വെക്കണോണ്ട് ചെറിയ ചൂടില്ല. അപ്പോൾ അത് വെക്കുമ്പം ഉരുകാതിരിക്കാനാണോ ആ പ്ലാസ്റ്റിക് പിടിക്കാതിരിക്കണോ എന്താണെന്നറിയില്ല. ഈ ഒരു സിൽവർ കോട്ടിങ് അവിടെ ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. സാൻഡു ഇപ്പോഴേ സ്കൂളിൽ പോകണം. സാൻഡു ഇപ്പോൾ ഇനി ഏതിലാണ് പോകുന്നത്? നഴ്സറിയിലാണോ? അംഗൻവാടിയിൽ സാൻഡു പോകുമോ? അതാ ചേച്ചിയുടെ സ്കൂളിൽ പോവുമോ? എവിടെ പോവും? അംഗൻവാടി പോവുമോ? അപ്പോൾ സാൻഡുവിന് പുതിയ ബാഗില്ലല്ലോ, മാൻവിക്ക് മാത്രമല്ലേ മേടിച്ചത്. അത് കുഴപ്പമില്ലേ? സാൻഡു ഒരു സർപ്രൈസ് ഉണ്ടേ. പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാൻഡു ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സാൻഡു അറിയാതെ തന്നെ നമ്മളൊരു സാധനം മേടിച്ചായിരുന്നു സാൻഡിന് കൊടുക്കാൻ വേണ്ടി. സാൻഡു നോക്കിയേ, തിരിഞ്ഞു നോക്കിയേ. ഇത് മതിയാ? അപ്പോൾ അത് ചേച്ചി കൊണ്ടുപോയിട്ട് ഇത് സാൻഡപ്പം കൊണ്ടുപോകുമോ? പാവം എൻ്റെ മോള് വ്ളോഗിൽ ഉണ്ടാവേണ്ടേ. അവൾ സുഖമായിട്ട് ഇതാ കിടന്നുറങ്ങി. ഇന്ന് നേരത്തെ കിടന്നുറങ്ങി. അവൾ നേരത്തെ കിടക്കണതിനൊരു കാര്യമുണ്ട്. ഞാൻ അവളുള്ള സമയത്ത് മാറിപ്പോവും. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ മാറിപ്പോയില്ലെങ്കിൽ ഇന്ന് ഉറങ്ങത്തില്ല. എന്നെ പറ്റിയേ ഉറങ്ങത്തുള്ളൂ. വേറെ അപ്പോൾ ഇന്ന് എല്ലാവരും ഹാപ്പി ആയിരുന്നല്ലോ. സാൻഡപ്പ നീ ഹാപ്പിയാണോ? നിനക്കെന്തോ വാങ്ങി ഇന്ന്?
എനിക്കിതൊന്നും വാങ്ങിച്ചു തന്നില്ല, മിഠായി പോലും വാങ്ങിച്ചു തന്നില്ല. അതുകൊണ്ട് നീ ഹാപ്പി. അവളിന് ഹാപ്പി പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാമോ. എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്ക് ഞാൻ മേടിച്ചു കൊടുത്തുള്ള വേണ്ടുന്ന സാധനങ്ങളെല്ലാം. തന്നെയാണ്. കല്യാണത്തിന് മുന്നേ പ്രണയിച്ചെടുക്കുന്ന കാലങ്ങളിൽ ഞാൻ ചോദിക്കാണ്ട് പോലും എനിക്ക് പറയുന്ന സാധനങ്ങളെല്ലാം എന്റെ മുന്നിൽ തന്നെ എത്തേ. കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായതിനു ശേഷം ഒരു മുട്ടായി പോലും പറഞ്ഞു കഴിഞ്ഞ ആടിലെ സംക്രാന്തിക്കോ കിട്ടിയാ കിട്ടി, ഇല്ല. പക്ഷെ പുറത്തെല്ലായിടത്തും ട്രിപ്പിന് കാര്യങ്ങൾ ചിലടത്ത് കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും ചെയ്തു തരും. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ ചില രീതിയിലുണ്ട്. ഒരു മുട്ടായെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. കുഴപ്പമില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പരിഹരിക്കാം. ഇപ്പോൾ കുറച്ച് ടൂർ കഴിഞ്ഞ് വന്നേലേ ഉള്ളൂ. നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ വരവ് വെച്ചിരിക്കുന്നത് നമുക്ക് പരിഹരിക്കാം. ശരി, അപ്പം എല്ലാവർക്കും ഒരു ഹായ് പറയൂ, ഗുഡ് നൈറ്റ് കൂടി പറഞ്ഞേര്. ഓക്കെ, ബൈ, ടാറ്റ.